എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഓണപരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പുതുവർഷം എന്ന കവിതയിൽ കൗമാരകാലത്തിൻ്റെ സവിശേഷതകൾ സൂചിപ്പിച്ച വരികൾ ഏത് എന്നാണ്. ഉത്തരം, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലെ ആപത്തായി മാറും കാലം. നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നല്ലോ. അടിവരയിട്ട ശൈലി സൂചിപ്പിക്കുന്നത് എന്ത്? ഇവിടെ കണ്ണിച്ചോരയില്ലാതെ എന്ന പദമാണ് അടിവരയിട്ടിരിക്കുന്നത്. ഉത്തരം, ഒട്ടും ദയയില്ലാതെ. അടുത്ത ചോദ്യം, ആകുല ചിന്തകൾ 1000 കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി. ഇവിടെ ആകുലം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്ന പദം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, ദുഃഖം. വാഴക്കൂട്ടത്തിന് നേർക്ക് കൈയടിച്ചുകൊണ്ട് വൃദ്ധൻ തുടർന്നു. ഇതാണ് എൻ്റെ അന്നന്നേപ്പം. ഇവിടെ അന്നന്നേപ്പം എന്ന പദം നൽകുന്ന ആശയം ഏത്? ഉത്തരം, വാഴകളായിരുന്നു അവരുടെ ഉപജീവന മാർഗം. ശരിയായി പിരിച്ചെഴുതിയ പദക്കൂട്ടം ഏത്? ഉത്തരം, തുകൽ, തുകൽ താളുകൾ. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അമ്മയെ തുമ്പപ്പൂവായി സങ്കല്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം എഴുതാനാണ് ചോദ്യം. ഉത്തരം, അമ്മ തുമ്പപ്പൂവിനെ പോലെ വിശുദ്ധിയുള്ളവളാണ്. അമ്മയുടെ സ്നേഹവും നന്മയും പവിത്രമാണ്. അടുത്തത്, ഇവിടെ 2 പദത്തിൽ തീ പിടിച്ചു എന്ന പ്രയോഗം ഉപയോഗിക്കുന്നു. ഇവയുടെ അർത്ഥവ്യത്യാസം എഴുതാനാണ് ചോദ്യം. ആദ്യ വാക്യത്തിൽ കർഷകൻ്റെ ഉള്ളിലെ പ്രയാസത്തെയും പ്രതിഷേധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ വേനൽച്ചൂടിൽ കാടിന് തീപിടിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത്, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യം എഴുതാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ജ്ഞാനിയുടെ മുന്നിൽ അവൻ പിന്നെയും ചെന്ന് നിന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം വിശദമായി അവൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. കൂട്ടുകാരോടൊപ്പമുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ, ബാല്യകാലത്തെ സൗഹൃദം, ആരോടും നിഷ്കളങ്കമായി കൂടിച്ചേരുന്ന പ്രകൃതം, അനുഭവങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുക എന്നിവയാണ് ഉത്തരത്തിൽ വേണ്ട പ്രധാന പോയിന്റുകൾ. അടുത്തത്, പുതുവർഷം എന്ന കവിതയിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വരികളിൽ കവയത്രി സൂചിപ്പിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. സ്വന്തമായി മണ്ണും കൃഷിഭൂമിയും ഇല്ലാത്തവർ, വീട്ടുമുറ്റം പോലും ഇല്ലാതെ കുടിലുകളിൽ താമസിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരുടെ ജീവിതമാണ് ഈ വരികളിൽ തെളിയുന്നത്. പൂക്കാലവും പൂശേഖരിക്കലും ഇല്ലാതായി പോയ കാലം. 11ാമത്തെ ചോദ്യം, ഇവിടെ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തിലെ വരികളും വേരും തളിരും എന്നതിലെ വരികളും ഇവിടെ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന വരികളിലെ ആശയങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉത്തരം നോക്കാം. സാമൂഹിക ഉത്തരവാദിത്തം സൂചിപ്പിക്കുന്ന വരികളാണ് ഇവ രണ്ടും. ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മതിമറന്ന് ജീവിത പരിസരങ്ങളെ മറക്കരുത്. ഏത് സാംസ്കാരിക ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുമ്പോഴും സ്വന്തം നാടിനെയും ഭാഷയെയും സ്നേഹിക്കണം. സർവ്വചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനോഭാവം 2 വരികളിലും സമാനമായ ആശയങ്ങളാണ് നൽകുന്നത്. അടുത്തത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധിപ്പിച്ച് ജ്ഞാനിയുടെ ഉപദേശത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിക്കാനാണ് ചോദ്യം. മിന്നുന്നതെല്ലാം പൊന്നാവണമെന്നില്ല. ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അയാളുടെ ചുറ്റുപാടുകൾ കൂടി മനസ്സിലാക്കണം. ജ്ഞാനിയുടെ ഉപദേശത്തിൻ്റെ പ്രസക്തി, പഴഞ്ചൊല്ലിൻ്റെ ആശയവും ജ്ഞാനിയുടെ ഉപദേശവും താരതമ്യം ചെയ്ത് നിരീക്ഷണം അവതരിപ്പിക്കുന്നു. അടുത്തത്, ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സൂചനകൾ പരിഗണിച്ച് അക്കാലത്തെ ജീവിതാവസ്ഥകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അക്കാലഘട്ടത്തിലെ ജീവിതാവസ്ഥകൾ വളരെ പരിതാപകരമായിരുന്നു. നല്ല അരി കിട്ടാനില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യവും പട്ടിണിയും കേരളത്തെ വിഴുങ്ങിയ കാലം, കർഷകരെ ദ്രോഹിക്കുന്ന നയം, കൃഷിക്ക് ആവശ്യമായ വളമോ ജലസേചന സൗകര്യങ്ങളോ കിട്ടാത്ത അവസ്ഥ. അടുത്തത്, ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിൽ 2 സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. 2 സന്ദർഭങ്ങളിലും റാഹേലിൻ്റെ പെരുമാറ്റം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. വീട്ടിലേക്ക് വരുന്ന അതിഥികളെ മാന്യമായി സ്വീകരിക്കുന്ന റാഹേൽ ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന സന്ദർഭങ്ങളാണിവ. വാഴവെട്ടിയ ഉദ്യോഗസ്ഥരോട് സിംഹഗർജനം നടത്തുന്നു. തൻ്റെ പിതാവിനും രോഗമുണ്ടെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരോട് ശക്തമായി പ്രതിഷേധിക്കുന്ന ധീരവനിത. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പുതുവർഷത്തിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്.
കവിതയിലെ ആശയങ്ങളും ജീവിതാനുഭവങ്ങളും വിശകലനം ചെയ്ത് ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അഭിസംബോധന, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രസക്തി, അമ്മയെക്കുറിച്ചുള്ള സങ്കല്പം, ദുഃഖങ്ങളെ മറികടക്കാനുള്ള വഴികൾ, കൂടാതെ അവസാനമായ നല്ലൊരു എൻഡിങ്ങും ഉൾപ്പെടുത്തി നല്ലൊരു പ്രഭാഷണം തയ്യാറാക്കണം. 16ാമത്തെ ചോദ്യം ആ വാഴവെട്ട് എന്ന പാഠവുമായി ബന്ധപ്പെട്ടതാണ്. തന്നിട്ടുള്ള സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് ആ വാഴവെട്ട് എന്ന കഥയിലെ മർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദ്യം. മർക്കോസ് എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. ഒരു ശീർഷകം നൽകണം, കൂടാതെ കുറച്ച് പോയിന്റുകൾ നൽകാം. മണ്ണിനെ അറിഞ്ഞു കൃഷി ചെയ്ത കർഷകൻ, കുടുംബത്തെ നന്നായി നോക്കി, അനീതിക്കെതിരെ ശബ്ദിച്ചു, സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടി, പ്രതികൂല സാഹചര്യങ്ങളിൽ കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നു. 17ാമത്തെ ചോദ്യം സന്തോഷത്തിൻ്റെ രഹസ്യം തേടി ജ്ഞാനിയുടെ അടുത്തേക്കുള്ള സാന്റിയാഗോയുടെ യാത്രയിൽ നിങ്ങളും ഉണ്ടായിരുന്നെന്ന് കരുതുക. കൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കാനാണ് ചോദ്യം. കത്ത് തയ്യാറാക്കുമ്പോൾ ഡേറ്റ്, അതോടൊപ്പം തന്നെ സ്ഥലം എന്നിവ ഉൾപ്പെടുത്തുക. കൂടാതെ അഭിസംബോധന, കൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളെ മനോഹരമാക്കി അവതരിപ്പിക്കുക. ഹൃദ്യമായ ഭാഷ, ഉദ്യാന ഭംഗിയും കൊട്ടാര കാഴ്ചയും കൗതുകത്തോടെ ആവിഷ്കരിക്കുക. ഇവയാണ് ഉത്തരത്തിലുണ്ടാവേണ്ട പ്രധാന പോയിന്റുകൾ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.